വെള്ളം കാണാതെ കിടന്ന അനിയൻ ചേട്ടന്റെ പറമ്പിൽ സാവിത്രി പറഞ്ഞിടത്ത് കൃത്യം വെള്ളം കണ്ടു. സ്ഥാനക്കാർ തോറ്റു. സുധയുടെ മോൾക്ക് പുറം നാട്ടീന്ന് ആലോചന വന്നു. കൊച്ചായിയുടെ വിക്ക് നല്ല പോലെ കുറഞ്ഞു. ശ്രീധരൻ മാഷ്ടെ വീട്ടിൽ കള്ളൻ കയറി. ഒക്കെയും സാവിത്രി പറയും പോലെ. കരുതലെടുക്കേണ്ടവർക്ക് എടുക്കാനും കരുതിയിരിക്കേണ്ടവർക്ക് ഇരിക്കാനും അവസരം കിട്ടി. കൊച്ചയ്യപ്പൻ കുടി പൂർണ്ണമായും നിർത്തി. വെയിൽ താണാൽ അയാൾ പാറയുടെ ഒരു മൂലയ്ക്ക് വന്ന് കുന്തങ്കാലിലിരിക്കും. അയാൾക്കിപ്പോൾ ആരെയും തല്ലണ്ട, തെറി വിളിക്കണ്ട, ഭോഗിക്കണ്ട. പതിയെ പതിയെ സാവിത്രിയുടെ മുന്നിൽ വന്നു പോകുന്നവരൊക്കെ ദക്ഷിണ വെച്ചു തുടങ്ങി. ചില്ലറയിൽ തുടങ്ങി അത് വലിയ നോട്ടുകളിലേക്കും വലിയ നോട്ടുകൾ കെട്ടുകളിലേക്കും മാറി. ഉദ്ദിഷ്ട കാര്യത്തിന് പ്രാർത്ഥിക്കാൻ വരുന്നവർ കാര്യം നടന്നാൽ അത് പറയാനും വന്നു തുടങ്ങി. പാറപ്പുറത്തെ ഓലപ്പുരയുടെ മുന്നിൽ സന്ധ്യയാകുമ്പോൾ ആൾക്കൂട്ടമായി. കാവിലെ ദീപാരാധനയ്ക്ക് ആളു കുറഞ്ഞു. ദേവി ഇപ്പോൾ സാവിത്രിയുടെ കൂടെയാണെന്നും ദേവപ്രശ്നം വേണമെന്നും ചർച്ച വന്നു. തനി പ്രാന്താണ്, ചികിത്സ വേണമെന്നാണ് നാട്ടുകാര് പയ്യന്മാര് ചിലര് പറഞ്ഞിരുന്നത്. അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാൻ വയ്യല്ലോ. പക്ഷേ ആശുപത്രിയിൽ ആരു കൊണ്ടുപോകും? ഇനി പ്രാന്തല്ല, ഒക്കെ അടവാണെന്ന് മറ്റു ചിലർ. പക്ഷേ ചോദിക്കാൻ ആരു പോകും? ഉള്ളത് പറഞ്ഞാൽ തിരിവച്ചിരിക്കുന്ന സാവിത്രിയുടെ മുന്നിൽ നേരെ ചെന്ന് നിൽക്കാനുള്ള ധൈര്യം പോലും ഒരുത്തനുമില്ല. ഒരിക്കൽ കളിയാക്കാനും കള്ളി പൊളിക്കാനും ഉറപ്പിച്ച് മങ്ങാട്ടെ സുധിയും കൂട്ടുകാരൻ വിഷ്ണുവും കൂടെ സന്ധ്യയ്ക്ക് കയറി ചെന്നതാണ്. അന്ന് സാവിത്രി കണ്ണു തുറന്നു തന്നെ സുധിയുടെ മുഖത്തേക്കാണ്. എന്നിട്ട് മക്കൾ അമ്മയെ പരീക്ഷിക്കാൻ വന്നതാണല്ലോ എന്നങ്ങ് പറയുകയും ചെയ്തു. ഒന്ന് പരിഭ്രമിച്ചെങ്കിലും മനോബലം വീണ്ടെടുത്ത് സുധി ചോദിച്ചു, എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റുമോ അമ്മേ? അവൻ കുറച്ചധികം നാളായി ഗൾഫിലൊരു ജോലിക്ക് ശ്രമിക്കുന്നതാണ്. നീ അടുത്ത മാസം കടൽ കടക്കും. പക്ഷേ നിന്റെ അമ്മ ചന്ദ്രിക കട്ടിലിൻ്റെ താഴത്തെ തടിപ്പെട്ടിയിൽ വെച്ചേക്കുന്ന കടലാസു തരണം. സാവിത്രി തെല്ലും ആലോചിക്കാതെ പറഞ്ഞു. എന്നിട്ടുറക്കെ ചിരിച്ചു. സുധിയൊന്ന് ഞെട്ടി. അവൻ ഗൾഫിൽ പോകുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലെന്നറിയാം. പക്ഷേ അങ്ങനൊരു കടലാസു വന്നാൽ അമ്മ തരാതിരിക്കുമോ? മിണ്ടാതെ പാറയിൽ നിന്നിറങ്ങിയ സുധി നേരെ ചെന്ന് വീട്ടിലെ തടിപ്പെട്ടി തുറന്നതും വിസയുടെ കടലാസ് കെട്ടിയതും നാട്ടിലിപ്പോൾ പാട്ടാണ്. അന്ന് സുധിക്ക് കൂട്ടുപോയ വിഷ്ണുവിനോട് നീ ഇരുചക്രം സൂക്ഷിക്കണം, അപകടം മാനഹാനി എന്നും പറഞ്ഞു വിട്ടതാണ്. ഇരുചക്രമില്ലാത്ത, ഓടിക്കാനും അറിയാത്ത താൻ എന്ത് സൂക്ഷിക്കാനെന്ന് അവൻ മനസ്സിലോർത്തു ചിരിച്ചു. 4 ദിവസം കഴിഞ്ഞില്ല, ഭാസ്കരന്റെ പെണ്ണ് സ്കൂട്ടി ഓടിച്ച് പഠിക്കുന്ന വഴിയിൽ നേരെ വന്ന് ഇടിച്ച് 2 പേരും വണ്ടിയും കൂടെ പാടത്തേക്കാണ് വീണത്. ഓടി വന്നവരോർത്തു വിഷ്ണു അവളെയും കൊണ്ട് സ്കൂട്ടറിൽ പോയപ്പോൾ വീണതാണെന്ന്. അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ തന്നെ സമയം കുറെ എടുത്തു. എന്നിട്ടും ചിലര് വിശ്വസിച്ചില്ല. കാലിൽ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ വന്നിറങ്ങുമ്പോൾ സംഗതി ആരോ പറഞ്ഞറിഞ്ഞ് ഭാസ്കരൻ വീട്ടിൽ ചോദിക്കാൻ വന്നേക്കുന്നു, പെണ്ണുമായിട്ട് എന്നാ ഇടപാടെന്ന്. അതൊന്ന് ഒതുക്കി തീർത്ത് പറഞ്ഞുവിടാൻ പെട്ട പാട്. അതോടെ ചെക്കന്മാരുടെ മിക്കവരുടെയും നാവടങ്ങി. സാവിത്രിയെ നേരെ ചെന്ന് കാണാൻ അഭിമാനം സമ്മതിക്കാത്ത മേൽജാതിക്കാർ പോലും ദക്ഷിണ കൊടുത്ത് ബാല്യക്കാരെ കാര്യമറിയാൻ പറഞ്ഞുവിട്ടു. കള്ളന്മാരും കള്ളത്തരം മറയ്ക്കുന്നവരും സാവിത്രിപ്പാറയിൽ കയറാൻ ധൈര്യപ്പെട്ടില്ല. കണക്ക് വെട്ടിപ്പുകാരും പൂഴ്ത്തിവെപ്പുകാരും കല്യാണ തട്ടിപ്പുകാരും തങ്ങളുടെ പേര് സാവിത്രി വിളിച്ചു പറയാതിരിക്കാൻ കാവിലമ്മയ്ക്ക് പട്ടുനേർന്നു. എന്നിട്ടും റേഷൻ കടയിലെ ദിവാകരനെയും കൈക്കൂലി വാങ്ങി കേസ് ഒഴിവാക്കി കൊടുത്ത സോമൻ പോലീസിനെയും സാവിത്രി വെളിപ്പെടുത്തി കളഞ്ഞു. എല്ലാം അറിയുന്നൊരാളുണ്ടെന്ന തോന്നൽ നാട്ടുകാർക്ക് ശരിക്കും വന്നതപ്പോഴാണ്. ദൂരദേശത്ത് നിന്നുവരെ സാവിത്രിയെ കാണാൻ ആളുകൾ വരുന്നത് പതിവായി. ആർക്കും വേണ്ടാതെ കിടന്ന പാറപ്പുറവും പരിസരവും പെട്ടെന്ന് അങ്ങു തെളിഞ്ഞു. പാറയ്ക്ക് താഴെയൊരു ബലൂൺകാരൻ നിൽപ്പ് പതിവാക്കി. 2 പലക കൊണ്ട് തട്ടടിച്ചൊരു ചായ നാരങ്ങാ വെള്ളക്കട കൂണുപോലെ മുളച്ചു വന്നു. പാടത്തിനോട് ചേർന്ന പാറപ്പുറത്തെ ഓലപ്പുരയിൽ നിന്നൊരു തേജസ് കാണുന്നെന്നു രാത്രി സഞ്ചാരികൾ പോലും പറഞ്ഞു തുടങ്ങി. സാവിത്രി അമ്മയായി 3 പിള്ളേരുടെ മാത്രമല്ല നാട്ടുകാരുടെയും. സംഗതി അങ്ങനെ ആർക്കും വലിയ കുഴപ്പമില്ലാതെ പോയിരുന്ന സമയത്താണ് കാവിൽ പൂരം കൊടിയേറിയത്. 7 ദിവസത്തെ ഉത്സവം.
പാറപ്പുറത്തെ വീട്ടിലിരുന്നാൽ സാവിത്രിക്ക് വെള്ളാട്ടക്കാവിൽ അമ്മയുടെ കൊടിമരം കാണാം. അതിൻ്റെ തുഞ്ചത്ത് ചുവന്ന പട്ടിൻ്റെ കൊടിക്കൂറ പാറിത്തുടങ്ങിയപ്പോൾ സാവിത്രിക്ക് ഒരു മോഹം തോന്നി. കൊച്ചയ്യപ്പൻ്റെ കൈയും പിടിച്ച് ഉത്സവം കൂടണമെന്നല്ല, കൺമഷിയും കരിവളയും വേണമെന്നുമല്ല, വെള്ളാട്ടമ്മയെപ്പോലെ ആനപ്പുറത്തൊന്ന് എഴുന്നള്ളണം. അമ്പാട്ടെ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നാട്ടെ, ഭഗവതി ഇവിടെയാണ്, എഴുന്നള്ളത്തും ഇവിടുന്നാവട്ടെ. അന്ന് വൈകിട്ട് ഉറഞ്ഞു തുള്ളിയപ്പോൾ സാവിത്രി ആജ്ഞാപിച്ചു. ആളുകൾ രണ്ടു പക്ഷം പറഞ്ഞു. ഭഗവതി ഇപ്പോൾ സാവിത്രിയുടെ കൂടെയാണെന്നും ഇത് ഭഗവതി പറയിപ്പിച്ചതാണെന്നും ഒരു പക്ഷം. ഒരു വെളിപാട് കിട്ടിയെന്ന് വെച്ച് ഇത് കുറച്ചധികമല്ലേ എന്ന് മറ്റൊരു പക്ഷം. വെള്ളാട്ടമ്മയുടെ തിടമ്പെടുക്കാൻ നേർന്ന ചന്ദ്രശേഖരനെ സാവിത്രിയുടെ തോന്നലിന് വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് അമ്പാട്ടുകാർ തീർത്തു പറഞ്ഞു. സാവിത്രിക്കും വാശിയായി. താൻ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവതിയെന്ന് തെളിയിക്കണമല്ലോ. പിന്നങ്ങോട്ട് രാവും പകലും സാവിത്രി പാറപ്പുറത്ത് കൂടിയിരിക്കാൻ ഭഗവതിയെ വിളിയായി. ഭഗവതി വരാതായപ്പോൾ സാവിത്രിക്ക് കലിയിളകി. അവർ പാറപ്പുറത്ത് തലയടിച്ച് ചോരയിറ്റിച്ച് ചാവാനൊരുങ്ങി. അത്രയുമായപ്പോൾ കളി കാര്യമായെന്നറിഞ്ഞ് കാവിലമ്മയ്ക്ക് ഇരിക്കപ്പൊറുതി കിട്ടു. സാവിത്രി മുങ്ങിയ പുഴയിൽ അന്നൊന്നുകൂടെ മുങ്ങിയതാണ്. അവൾ മിന്നായം പോലൊന്ന് കണ്ടതേയുള്ളൂ. അതാണിപ്പോൾ ഇവിടെ വരെയായത്. വെള്ളാട്ടമ്മ താമരപ്പൂ മാലയൊരെണ്ണം കഴുത്തിലിട്ട് വൈരമുക്കുത്തിയിലെ മിന്നൽ തെല്ലൊന്നൊതുക്കി വെച്ച് ചുരുണ്ടഴിഞ്ഞ മുടിയൊന്ന് വാരിക്കെട്ടിക്കൊണ്ട് പീഠത്തിൽ നിന്ന് എഴുന്നേറ്റു. പച്ചപ്പട്ടു ചേലയുടെ ഞൊറിവുകളിൽ നിന്ന് ചെത്തിപ്പൂവുകൾ ചിതറി വീണു. ശ്രീകോവിലിൻ്റെ പുറത്ത് കാവിൽ നിന്ന ദ്വാരപാലകരോട് അമ്മ ചുണ്ടിൽ വിരൽ ചേർത്ത് ഷ് എന്ന് പറഞ്ഞു. എന്നിട്ടോ വളകിലുക്കാതെ ചിലമ്പനക്കാതെ അമ്മ പാറപ്പുറത്തെ സാവിത്രിയെ കാണാൻ പുറപ്പെട്ടു ചെന്നു. ആ രാത്രി കാറ്റ് എങ്ങോട്ട് ദിശ മാറി വീശിയിട്ടും ഭഗവതിയുടെ കൊടിക്കൂറ പാറയുടെ ദിക്കിലേക്ക് പറന്നുകൊണ്ടേയിരുന്നു. സാവിത്രി പാച്ചോറ് പ്രസാദം വെച്ച് കാത്തിരുന്നു. ഭഗവതി വന്നു. സാവിത്രി കണ്ടു. പൂരത്തിൻ്റെ അന്ന് നേരത്തെ വന്ന മീനസൂര്യനാണ് പാറയിൽ ചോര തുപ്പി മലർന്നു കിടക്കുന്ന സാവിത്രിയെ ആദ്യം കണ്ടത്. പിന്നെ കൊച്ചയ്യപ്പൻ, പിന്നെ നാട്ടുകാർ. കാവിലേക്കാൾ ആൾക്കൂട്ടം അന്ന് സാവിത്രി പാറയിലായിരുന്നു. ശ്രീബലിക്ക് ചന്ദ്രശേഖരൻ വെള്ളാട്ടമ്മയെ തിടമ്പിലേറ്റി ഇറങ്ങി. തിടമ്പിൽ നിന്ന് കണ്ണെടുക്കാതെ നിന്ന പെണ്ണുങ്ങളിൽ ചിലർക്ക് ഉള്ളിൽ തോന്നി, ഇന്ന് ഭഗവതിക്ക് സാവിത്രിയുടെ മുഖച്ഛായ. ആരും അത് ഉറക്കെ പറയാതിരിക്കാൻ ശ്രദ്ധിച്ചു. പിറ്റേ നാറാട്ട് കഴിഞ്ഞു. പൂരം കൊടിയിറങ്ങി. എല്ലാം പതിവ് പോലെ, പഴയതുപോലെ. സാവിത്രി പാറ തിടമ്പിറക്കിയ ആനയെപ്പോലെ തല കുമ്പിട്ടു നിന്നു. കൊച്ചയ്യപ്പൻ ഇപ്പോഴും പാറയുടെ മൂലയിൽ പോയി കുത്തിയിരിക്കും. സാവിത്രിയെ ഓർക്കും. അന്നേരമൊക്കെ ഒരിക്കൽ അവൾ ചുഴറ്റിയെറിഞ്ഞ ഓർമ്മയിൽ ഉള്ളുകിടയ്ക്കും. അമ്മേ മഹാമായേ എന്ന് വിളിച്ചയാൾ കണ്ണടയ്ക്കും.